ദാസർ ശ്രവിക്കുന്നു. നാഥാ നീ അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാനിവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ടവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല. അവിടുത്തേക്ക് എല്ലാം സാധിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്വീകരിക്കേണമേ നിറയുമീ ജീവിതകാലത്തിൽ സന്തോഷ സന്താപമാലിക കനിവോടെ സ്വീകരിക്കേണമേ, കനിവോടെ സ്വീകരിക്കേണമേ നിറയുമീ ജീവിത കാലത്തിൽ സന്തോഷ സന്താപമാലിക കനിവോടെ സ്വീകരിക്കേണമേ. വൈദികൻ തൻ തിരുക്കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ, വൈദികൻ തൻ തിരുക്കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാകണം ദൈവമേ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച കാണിക്കകൾ പവിത്രീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താൽ ഞങ്ങൾ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും അങ്ങേ വലതുഭാഗത്തിരിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങേ ദത്തപുത്രരുടെ മേൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ വർഷിച്ചുവല്ലോ. ആകയാൽ ഇപ്പോഴും എന്നേക്കും മലാഖമാരുടെ സർവ്വസൈന്യത്തോടും ഭക്തിനിർഭരമായ മനസ്സോടും കൂടെ ഞങ്ങളങ്ങേ പ്രകീർത്തിക്കുകയും ആർത്തു വിളിച്ചുകൊണ്ട് ആലപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ.
ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സ്റ്റാൻലി റോമൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹവും സംരക്ഷണവും നമ്മുടെ മേലുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് കരങ്ങളുയർത്തി ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതൻ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടം മാലാഖമാരോപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടം മാലാഖമാരോപ്പം
സ്നേഹമുള്ളവരെയും നമുക്കൊത്തിരിയേറെ സന്തോഷമുള്ള ദിവസങ്ങളാണ് ഈ 3 ദിവസങ്ങൾ. ഇന്നും നാളെയും മറ്റന്നാളും ബഹുമാനപ്പെട്ട ബ്രദർ തോമസ് പോളിൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാനം ഇവിടെ നടക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ബ്രദർ നമ്മുടെ ഈ ഹവിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ഹവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവ് 2008 സ്ഥാപിച്ചതാണ്. കൊല്ലം രൂപതയിലുള്ള എല്ലാവരും ദൈവവചനം ശരിയായി വ്യാഖ്യാനിക്കാനും ദൈവശാസ്ത്രത്തിൽ ശരിയായ ബോധ്യമുള്ളവരുമായി തീരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. അപ്പോൾ ഈ വർഷം നമുക്ക് 250 മേൽ വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സ്, അൽമായ സഹോദരങ്ങൾ ദൈവശാസ്ത്രം പഠിക്കുന്നു. 3 ബാച്ചുകളാണ് നമുക്കുള്ളത്. എല്ലാ ചൊവ്വ, ബുധൻ, വ്യാഴ ദിവസങ്ങളിൽ 4 മണി മുതൽ 6 മണി വരെ ജ്യോതി കോളേജിൽ ദൈവവചനം, ദൈവശാസ്ത്രം, സഭാനിയമം, സഭാചരിത്രം തുടങ്ങിയ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാ അവസാനത്തെ തിങ്കളാഴ്ച ഒരുമിച്ച് കൂടി മരിയൻ ദൈവശാസ്ത്രം പഠിക്കുന്നു. എല്ലാ 2ാം ചൊവ്വാഴ്ചയും നമ്മൾ ആരാധന മഠത്തിൽ കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ 2ാം ശനിയാഴ്ചയും മാവേലിക്കര ഫൊറോനയിലുള്ള 80ഓളം പേര് രാവിലെ മുതൽ വൈകിട്ട് വരെ ദൈവവചനം പഠിക്കുന്നു. എല്ലാ രൂപതയിലുള്ള എല്ലാവരും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ കടന്നു പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകർ, സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ദൈവവചനവും ദൈവശാസ്ത്രവും പഠിച്ചവരായിരിക്കണം. മതബോധന അധ്യാപകർ ദൈവശാസ്ത്രവും ദൈവവചനവും പഠിച്ചവരായിരിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ ജെറോം പിതാവിനെ ഓർക്കുമ്പോൾ, ജെറോം പിതാവാണ് B.Ed കോളേജും TTC കോളേജും സ്ഥാപിച്ചത്. പിതാവിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഇതായിരുന്നു: നമ്മുടെ രൂപതയുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ശരിയായിട്ടുള്ള വിശ്വാസ പരിശീലനം നേടിയവരായിരിക്കണം. എങ്കിൽ മാത്രമേ വിശ്വാസവും ധാർമ്മികതയും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊത്തിരി സന്തോഷമുണ്ട്. ഇത്രയേറെ പേര് ശാസ്ത്രീയമായി വചനവും ദൈവശാസ്ത്രവും പഠിക്കുന്നു. ഇന്ന് ഇത്രയേറെ പേര് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ വർഷം ദൈവശാസ്ത്രം പഠിക്കുന്നവരൊന്ന് കൈയോർത്ത് ദൈവത്തിന് മഹത്വപ്പെടുത്തി. ഈ വർഷം പഠിക്കുന്നവർ പ്രൈസ് ദി ലോർഡ്. പൂർവ്വ വിദ്യാർത്ഥികളൊന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. മുൻ വർഷങ്ങളിൽ പഠിച്ചവർ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറ്റുള്ള എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അടുത്ത വർഷത്തെ ബാച്ച് ജൂൺ മാസത്തിൽ ആരംഭിക്കും. അതിൻ്റെ ഫോംസ് ഇവിടെ ലഭ്യമാണ്, നോട്ടീസ് ലഭ്യമാണ്. നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുക. സാധിക്കുന്ന എല്ലാവരും, അസാധ്യമായ കാര്യമൊന്നുമല്ല, നല്ല ഒരു കൂട്ടായ്മയാണ് ഈ വചനം പഠിക്കുന്നവരുടെ കൂട്ടായ്മ. നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർഷം ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുകയും അവിടുത്തെ അനുഗ്രഹങ്ങളാകുന്ന മഞ്ഞകണങ്ങൾ ആന്തരികമായി വർഷിച്ചുകൊണ്ട് അവ ഫലദായകങ്ങളാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നമുക്കെല്ലാവർക്കും ഉച്ചഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. തുയ്യം ഇടവകയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തരണത്തിൽ ബഹുമാനപ്പെട്ട ജോളിയച്ചനോടും അജപാലസ്വദ്യാങ്ങളോടും അത് ക്രമീകരിക്കുന്ന അനിമേറ്റർമാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഉച്ചഭക്ഷണത്തിനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധനാം ദൈവപുത്രൻ ജനിച്ചു, പരിശുദ്ധിയിലേക്ക് നമ്മെ നയിച്ചു. പരിശുദ്ധിയിലേക്ക് നമ്മെ നയിച്ചു.
ചാടി ശിശു എലിസബത്തിൻ ഉദരത്തിൽ. പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധ